നമ്മുടെ ഗട്ടിൽ ഹൈ പ്രോബയോട്ടിക് മൈക്രോ ന്യൂട്രിയൻസിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഭക്ഷണ വസ്തു നല്ല കേടാണ്. അധികം പുളിപ്പില്ലാത്ത നല്ല കട്ടത്തൈര്. 100 ഗ്രാം കട്ടത്തൈരിൽ ഏകദേശം 11 ഗ്രാംസ് ഓഫ് പ്രോട്ടീനാണുള്ളത്. ഈ പ്രോട്ടീനെ നമ്മൾ ബേസൻ അല്ലെങ്കിൽ കടലമാവിൻ്റെ കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഫോർ വെജിറ്റേറിയൻസ്. അതിനുവേണ്ടി ഓഫ് കോഴ്സ് നമുക്കൊരു 100 ഗ്രാം കട്ടത്തൈര് വേണം, ഒരു 3 ടേബിൾ സ്പൂൺ ബേസൻ അല്ലെങ്കിൽ കടലമാവ് വേണം, അതിൻ്റെ കൂടെ കുറച്ച് അണിയൻ ആൻഡ് ക്യാപ്സിക്കം. ഒരു പാനിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ 2 സാധനങ്ങളും നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് മസാലകൾ കൂടി വേണം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെറിയ മസാലകളാണ്. നിങ്ങൾക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ചോയ്സസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ജീരകം ആഡ് ചെയ്യാം, കടുക് പൊട്ടിക്കാം, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്കതിനെ മാറ്റാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഈ ബേസൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പച്ചച്ചുവ മാറില്ല. സോ അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കട്ടത്തൈര് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഡിഷ് റെഡിയായി. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു ഹൈ പ്രോട്ടീൻ ഫുഡാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. ലവ് യു.